പവിത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അമ്പലത്തിൽ പോയതിന് ശേഷം വിക്രം വേദങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലാണ് ഒരു കാറ് കൊണ്ട് നിർത്തി അതിനകത്ത് നിന്ന് അഭിലാഷ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേ വിക്രമിൻ്റെ കാര്യം മനസ്സിലായി. വിക്രം പറയാണ്, നീ പൊക്കോ വീട്ടിലേക്ക്. ഇല്ലില്ല, ഞാൻ പോകത്തില്ല എന്ന് വേദ പറയാണ്. ഇത് എന്നെയും കൊണ്ട് പോകാൻ വന്നേക്കുവാ. വേദ പറയുന്നത് ഞാൻ പോകത്തില്ല എന്ന് പറയുന്നത്. അപ്പം അഭിലാഷ് വന്നിട്ട് വയ്ക്കണം, നീ അങ്ങ് സ്വാമിയായി നല്ലവനാവാൻ തീരുമാനിച്ചോ? അതങ്ങനെ നടക്കത്തില്ലല്ലോ വിക്രം എന്ന് പറയാണ്. അങ്ങനെ വിക്രമിനെ എടുത്തിട്ട് അവരെല്ലാവരും കൂടെ വന്നവരെല്ലാം കൂടെ എടുത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഗുണ്ടകളെല്ലാം കൂടെ. വിക്രം തിരിച്ചൊരടി പോലും കൊടുക്കുന്നില്ല. അവസാനം വിക്രത്തിൻ്റെ കാലെ കമ്പി കൊണ്ട് അടിക്കുകയും നന്നായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. അവസാനം വിക്രമത്തിനെ വെട്ടാൻ വേണ്ടി അഭിലാഷ് വാളുമായിട്ട് പോകുമ്പോൾ വേദ ചെയ്യുന്ന വിക്രമിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്. അപ്പം ഉടനെ വാസവൻ വന്ന് അഭിലാഷിൻ്റെ കൈ പിടിക്കുകയാണ്. വേണ്ടാന്ന് തല കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. വേദ അങ്ങോട്ട് എണീക്കുകയാണ്. എണീച്ചപ്പോൾ വാസവൻ ചോദിക്കുക, നീ എന്താ കുലസ്ത്രീ ആവാൻ പോവുകയാണോ? ഭർത്താവ് ചാവുന്നതിന് മുമ്പ് എന്നെ വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്ന കുലസ്ത്രീ, അതോ ഇവനോടുള്ള പ്രേമം കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദയൊന്നും മിണ്ടുന്നില്ല. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണെന്ന് വിക്രമനോട് പറയണം. ഇതൊരു തുടക്കം മാത്രമാണ്. നിനക്ക് മല ചവിട്ടാൻ ഭാഗ്യം കിട്ടണമെന്ന് അയ്യനോട് ഇപ്പോഴേ പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനോട് ഒരു ഭീഷണി മുഴക്കി അങ്ങ് പോവുകയാണ് വാസവൻ. പാവം വേദ വിക്രത്തെ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട്. വിക്രത്തിന് എണീക്കാൻ വയ്യ, കാലിൽ നല്ല അടി കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വിക്രത്തിന് എണീക്കാൻ വയ്യ. വിക്രത്തെ പിടിച്ചിരുത്തിയിട്ട് വേദയാണെങ്കിൽ വിക്രത്തെ കയ്യിലിങ്ങനെ പിടിച്ചിരുന്ന് കരയുകയാണ്. കരയുന്നതാകുമ്പോൾ വിക്രത്തിന് വിഷമം വരുന്നുണ്ട്. വിക്രം വേദയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും കൂടെ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓട്ടോക്കൂലി എത്രയാണെന്നൊക്കെ വേദ ചോദിക്കുന്നു. അന്നേരം ഓട്ടോക്കാരൻ ചോദിക്കുകയാണ്, മാലയിട്ട് സ്വാമിയായിട്ടും വിക്രം ചേട്ടൻ്റെ അടിയും വെട്ടുമെന്ന് ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. വേദ പറയാണ്, തീരുമ്പോൾ തന്നെ അറിയിക്കാടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെയും പിടിച്ച് അകത്തോട്ട് പോവുകയാണ്. വിക്രത്തിന് സ്വന്തമായിട്ട് നടക്കാൻ വയ്യ. അങ്ങനെ നടക്കാൻ വേണ്ടി വിക്രത്തെ സഹായിക്കുന്നുണ്ട് വേദ. ഈ സമയത്ത് അകത്ത് കമലമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കമലമ്മ പറയുകയാണ്, ആ ഔട്ട് ഹൗസ് ഉണ്ട്, ആ പുറത്തെ ആ വീടുണ്ടല്ലോ, അത് പണ്ട് വിക്രം ഈ തെറ്റുകളൊക്കെ ചെയ്തപ്പോൾ സ്വന്തമായിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അങ്ങോട്ട് താമസം മാറ്റിയതാണ്. ഇപ്പോൾ മാഷ് തന്നെ പറഞ്ഞു അവിടെ അവൻ താമസിക്കട്ടെ, അവിടത്തേക്ക് വേണ്ടുന്ന ഫർണിച്ചറുകളെല്ലാം എടുത്തിടട്ടെ എന്ന്. എന്തായാലും മാറ്റങ്ങളെല്ലാം വന്നല്ലോ. അവൻ സ്വാമിയായതിന് ശേഷം ഈ വീട്ടിൽ നല്ല മാറ്റങ്ങളുണ്ട് ഇല്ലേ ശ്രീജയെന്ന് ചോദിക്കുന്നു. അതേ അമ്മയെന്ന് പറയുകയാണ്. വിക്രത്തിൻ്റെ മുറിയിലേക്ക് എല്ലാം ശരിയാക്കി ഇട്ടോ ശ്രീജയെന്ന് ചോദിക്കുകയാണ്. ആ ഇട്ട്, അവിടെ കട്ടൻ മാത്രം ഇട്ടാൽ മതി. ഒരു കാര്യം ചെയ്യുക, എൻ്റെ പുതിയൊരു സാരി ഇരിപ്പുണ്ട്, ആ സാരി തയ്ച്ച് നമുക്ക് കട്ടനാക്കാം എന്ന് പറയാണ്. അതൊക്കെ പഴയ ഫാഷനല്ലേ അമ്മ, ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഞങ്ങളുടെ മുറി കിടക്കുന്ന കട്ടൻ കഴുകിയിട്ടിട്ടുണ്ട്, അതെടുത്ത് അങ്ങോട്ട് ഇടാമെന്ന് ശ്രീജ പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുമ്പോഴാണ് വിക്രത്തെ കൊണ്ട് വേദ അങ്ങോട്ട് വരുന്നത്. അപ്പം വിക്രം നടന്നു വരുന്ന കണ്ടപ്പോഴേ കമലമ്മയ്ക്ക് ടെൻഷനായി. കമലമ്മ ഓടി ചെന്നിട്ട് ചോദിക്കുകയാണ്, മോനെ എന്ത് പറ്റിയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഒന്നുമില്ല അമ്മ, പേടിക്കാനൊന്നുമില്ല. അപ്പം നന്ദിനി അങ്ങോട്ട് വന്നിട്ടുണ്ട്. നന്ദിനി ചോദിക്കുക, വീണ്ടും ചെന്ന് അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കി ആരെങ്കിലുമായിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെയും കമലമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് പറ്റി മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അത് ബൈക്കിൽ നിന്ന് വീണ്. അപ്പോൾ ശ്രീജ പറയണേ, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, മുറിവ് എന്തോ ഉണ്ടോ എന്ന് നോക്കണം, സ്കാൻ എടുക്കണം, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ ശ്രീജ പറയുകയാണ്. ഈ സമയത്ത് കമലമ്മ വീണ്ടും ചോദിക്കുകയാണ്, എവിടെയാണ് മോളെ വീണ്, എങ്ങനെയാണ് വീണതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ വിക്കി പറയണം, ബൈക്കിൽ നിന്ന് വീണയാ എന്നൊക്കെ പറയണം. അപ്പം വിക്രം പറയണം, എന്തിനാ വേദയെ കള്ളം പറയുന്നത്, ഉള്ള സത്യം മാത്രമേ പറയാവൂ, സ്വാമിയായിട്ട് നിൽക്കുമ്പോൾ കള്ളം പറഞ്ഞുകൂടാ. അത് മാത്രമല്ല അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ലേ സംഭവം ഉണ്ടായത്, ഇന്നല്ലെങ്കിൽ നാളെ അറിയുമ്പോൾ അവർ ചോദിക്കത്തില്ലേ എന്ന് പറയണം. അപ്പം നന്ദിനി പറയാം, ഞാൻ പറഞ്ഞതുപോലെ എങ്ങാണ്ടോ പോയി അടി ഉണ്ടാക്കിയിട്ട് വന്നേക്കുമോ, സ്വാമിയായെന്നും അതേ അമ്മ ഇങ്ങോട്ട് വരുന്ന വഴി ആ അഭിലാഷും കൂട്ടുകാരും ഞങ്ങളെ അടിച്ച്. അപ്പം ഞാൻ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പം വേദ ഉടനെ പറയണം, വിക്രം തിരിച്ചൊന്നും ചെയ്തില്ല, അവർ വന്ന് ഇങ്ങോട്ട് ആക്രമിച്ചതാണ്, ഞങ്ങൾ ഇങ്ങോട്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിലാണ് അവർ ആക്രമിച്ചതെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് മാഷ് അങ്ങോട്ട് വരികയാണ്. മാഷ് വന്നിട്ട് പറയാണ്, ഇനി സ്വാമിയല്ല, ഇനി എന്തായാലും നിൻ്റെ മോൻ നന്നാവത്തില്ല കമലെ എന്ന് പറയുകയാണ്. പിന്നെ വഴിയിൽ കൂടെ പോകുന്ന ഒരാളെ എന്തായാലും അവർ ആക്രമിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത കുറ്റങ്ങളുടെ ഫലമായിട്ടായിരിക്കും ഇപ്പം ഈ ആക്രമണം ഉണ്ടായത് എന്ന് പറയണം. അപ്പോൾ വേദ പറയണം, അച്ഛാ വിക്രം ഒന്നും ചെയ്തില്ല, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. കുട്ടി എന്തിനാ എപ്പോഴും ഇവരിങ്ങനെ ന്യായീകരിക്കാൻ നടക്കുന്നത്, അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ല, അത് തന്നെയാണ് അവിടെ നടന്നത് എന്ന് പറയുകയാണ് മാഷ്. ഇപ്പോൾ വിക്രം പറയാണ്, എനിക്കൊന്ന് കിടക്കണം, ഞാൻ മുറിയിലേക്ക് പോവുക. അപ്പോൾ വേദയാണെങ്കിൽ വിക്രത്തെ പിടിച്ച് മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് വിക്രം വിചാരിക്കണം, എൻ്റെ സത്യസന്ധത അച്ഛനെങ്കിലും തെളിയിക്കണം.
പിന്നെ വേദ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ഈ മണ്ഡലകാലം കഴിയുമ്പോഴത്തേക്ക് ചീത്ത കൂട്ടിട്ടൊക്കെ അവസാനിപ്പിച്ച് നല്ലൊരാളായി മാറണം എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. മാഷാണെങ്കിൽ ഉമ്മറത്തിങ്ങനെ ഇരിക്കണം. അങ്ങോട്ട് കമലമ്മ ചായയായിട്ട് വരികയാണ്. ചായയായിട്ട് വരുമ്പോഴത്തേക്ക് വേദയെ അങ്ങോട്ട് വരുന്നുണ്ട്. വേദ വന്നിട്ട് പറയാണ്, അച്ഛാ ഈ സംഭവം ഉണ്ടാകുമ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വിക്രമാണെങ്കിൽ തിരിച്ചൊരാളെ പോലും തല്ലിയില്ല. കിട്ടിയ അടിയെല്ലാം വാങ്ങിച്ചു കൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ മാഷ് പറയണം, അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അത് എന്ന് പറയണം. പക്ഷേ നമുക്ക് ഒരാൾ നന്നാവാൻ നന്നായി കഴിഞ്ഞാൽ അയാൾക്കൊരവസരം കൊടുക്കുന്നത് നല്ലതല്ലേ അച്ഛാ എന്ന് പറയുന്നത്. അപ്പം മാഷ് പറയാണ്, അത് നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ച് മാലയിട്ടതിൻ്റെ ഫലമായിട്ടായിരിക്കും അവൻ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പം നിങ്ങളെല്ലാം നിർബന്ധിച്ച് നിങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരിക്കും അവൻ ആ അടി മൊത്തവും കൊണ്ടത് എന്ന് മാഷ് പറയാണ്. അച്ഛൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങളെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയാണ്, ഞാൻ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വിക്രത്തെക്കുറിച്ച് വിശ്വസിച്ചിട്ടുള്ളത്. എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമായിരിക്കും ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ വേദ പറയാണ്, ശരി, അച്ഛൻ കൺമുന്നിൽ കണ്ട കാര്യം മാത്രമാണ് വിശ്വസിച്ചത്. അതിൽ ഞാനൊരു തെറ്റും പറയില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ഇതിൻ്റെ പുറകിൽ തെറ്റ് ചെയ്ത വേറൊരാളുണ്ടെങ്കിലോ എന്ന് പറയാണ്. അപ്പോൾ മാഷൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ്റെ മക്കളിൽ വിക്രം തെറ്റ് കാണിക്കുന്നത് മാത്രമേ അച്ഛൻ കാണുന്നുള്ളൂ. എന്നാൽ വേറെ പലരും തെറ്റ് ഉണ്ടെങ്കിലോ എന്ന് വേദ ചോദിക്കുമ്പോൾ നന്ദിനി പറയാം, നീ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾ വേറെ മക്കളുകൾ കള്ളം കാണിക്കുന്നതെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? വേദ പറയാണ്, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ ഇല്ല. പക്ഷെ നന്ദിനി ഏട്ടത്തി സത്യം പുറത്തു വന്നാണ്ടോ, അറിയാതെ തന്നെ നാക്കിന് സത്യം പുറത്തു വന്നാണ്ടോ. അപ്പം നന്ദിനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വിക്രത്തിൻ്റെ കേസിൻ്റെ പുറകിലാണ്. അതിൻ്റെ സത്യം ഞാൻ കണ്ടുപിടിക്കും. അത് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ച് തീർന്നില്ല, പൂർണ്ണമാക്കിയിട്ടില്ല ആ കേസിനെ കുറിച്ച്. അത് പൂർണ്ണമാവുമ്പോൾ ഞാൻ അച്ഛൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. അന്ന് അച്ഛൻ വിചാരിച്ചതുപോലല്ല കാര്യമെങ്കിൽ അച്ഛൻ ഇത്രയും നാൾ വിക്രത്തെ മാറ്റി നിർത്തിയതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. ഇത്രയും നാൾ വിക്രത്തെ ഒരു അവഗണനയിലല്ലേ അച്ഛൻ കണ്ടത്. അപ്പം അതിന് പ്രതിഫലമായി അച്ഛന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കണം. അപ്പം മാഷ് ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും ചോദിച്ചു വേദയും കയറി പോവാം. വേദയുടെ പുറകെ നന്ദിനി ഓടിച്ചില്ലെന്ന് അപ്പം വേദ ചോദിക്കണം, എന്താ നന്ദിനി ഏട്ടത്തി? അപ്പം നീ പറഞ്ഞതിൻ്റെ അർത്ഥം വിക്രം ഈ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നാണോ? അപ്പം വേദ പറയണം, നന്ദിനി ഏട്ടത്തിക്ക് അതാണോ മനസ്സിലായത്? അങ്ങനാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് വേദ അങ്ങ് കയറിപ്പോവുകയാണ്. ഈ സമയത്ത് വേദയുടെ വീട്ടിൽ പത്മമാണെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശങ്കരനാരായണൻ ഇറങ്ങി വന്നിട്ട് നിൽക്കുകയാണ്. അമ്മ എന്തോ പറയുന്നു? അമ്മ ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ശങ്കരനാരായണൻ പറയാണ്, ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകത്തില്ലെന്ന് പറഞ്ഞ അമ്മയാണ് അപ്പോൾ ആങ്ങളെ കണ്ടപ്പോൾ ആങ്ങളെ എടുത്തിട്ട് പോയത് കണ്ടോ? അപ്പോൾ പത്മ പറയാണ്, അത് അമ്മാവന് കീമോയ്ക്കൊക്കെ പോകണ്ടേ, മാത്രമല്ല 2 കുട്ടികളില്ലേ, അവരെ കാര്യമൊക്കെ നോക്കി അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക എന്ന് പറയാണ് പത്മ. അപ്പം പത്മം പറയാണ്, അമ്മയടുത്ത് ഞാൻ വിക്രം മാലയിട്ട കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അമ്മ പറയാണ് അവരുടെ ജീവിതം നന്നാവും എന്ന് പറയാണ്. ശങ്കരൻ പറയാണ്, അമ്മ എന്നും അവരുടെ സൈഡിൽ തന്നെ അല്ലായിരുന്നോ? ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം വിക്രം ശബരിമലയിലൊക്കെ പോയി അവരുടെ ജീവിതം നന്നാവുകയാണെങ്കിൽ ശങ്കരനേട്ടൻ ഇത് അംഗീകരിക്കുമോ? അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുമോ? അവളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൂടെ എല്ലാ തെറ്റും മറന്ന് കൂട്ടിച്ചേർക്കുമോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം, പക്ഷേ എനിക്കങ്ങനെ കരുതാൻ പറ്റത്തില്ലെന്ന് ശങ്കരൻ പറയാണ്. ദീപ്തി അവിടെ ഇരിപ്പുണ്ട്. ദീപ്തി പറയാണ്, അമ്മ പറഞ്ഞത് ശരിയല്ലേ അച്ഛാ? ഞാനും ആദ്യം വിചാരിച്ചത് ചേച്ചിക്ക് ഇഷ്ടമല്ലാതെ ചേച്ചി അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന്. അപ്പം അങ്ങനെയൊക്കെ ആദ്യം കുറച്ച് നാൾ ചേച്ചി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും കാലമായി ഇപ്പോഴും നമ്മളെ വിളിച്ചിട്ടൊന്നും ചേച്ചി വന്നില്ലെങ്കിൽ അതിനർത്ഥം ചേച്ചി അവിടെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്നല്ലേ? അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ചേച്ചി ജീവിക്കട്ടെ, ചേച്ചി സന്തോഷമായിട്ടിരുന്നാൽ പോരെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതും കേട്ടിട്ട് ശ്രീകുമാർ അങ്ങോട്ട് വരികയാണ്. ശ്രീകാന്ത് അങ്ങോട്ട് വരികയാണ്. ശ്രീകാന്ത് പറയാണ്, ഈയിടെയായിട്ട് നീ അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് കാരണം എന്താ? അപ്പോൾ ദീപ്തി പറയാണ്, ഞാൻ സപ്പോർട്ടൊന്നും ചെയ്തതല്ല, ഞാൻ സത്യസന്ധമായ കാര്യം പറയുകയാണ്. അവൻ മാലയിട്ടെന്നും പറഞ്ഞ് നന്നാവാനൊന്നും പോകുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അവൻ ഇന്നും തൻ്റെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയേക്കുന്നു എന്ന് പറയണം. അപ്പോൾ പത്മ ഇങ്ങനെ ഞെട്ടിയാണ്. വേദ തിരിച്ചു വരും, വല്ലവരുടെ കത്തിയിൽ ആറ്റവൻ ചത്ത് കഴിയുമ്പോൾ അവൾ തിരിച്ചു വരും, അതാ നടക്കാൻ പോകുന്നത് എന്ന് പറയണം. അപ്പോൾ ശങ്കരൻ പറയണം, അങ്ങനൊരു സംഭവം ഉണ്ടാൽ അതിൻ്റെ പിന്നിൽ നീ ഉണ്ടാവാൻ പാടില്ല,
നീ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പോഴാ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്, അച്ഛൻ എന്താ എന്നെ അങ്ങനെ സംശയിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ശങ്കരൻ പറയണം, നിനക്കറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം എന്നും പറഞ്ഞ് ശങ്കരൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ പത്മൻ ചോദിക്കണം, അതെന്താടാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? നീയും അച്ഛനും തമ്മിൽ പണ്ട് വിക്രത്തിനെതിരെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടാൻ പോകരുത് കേട്ടല്ലോ എന്ന് പറയാണ്. എന്നും പറഞ്ഞ് പത്മ അങ്ങ് പോവുകയാണ്. അപ്പം രണ്ടുപേരും ഇങ്ങനെ പറയുന്നത് കേട്ട് ശ്രീകാന്തിനൊക്കെ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.